إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أحمده سبحانه وتعالى على نعمه العظيمة وأشكره على آلائه الجسيمة وأشهد أن لا إله إلا الله وحده لا شريك له له الكبرياء في السماوات والأرض وهو العزيز الحكيم وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله أرسله الله تعالى رحمة للعالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون ബഹുമാന്യരായ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകിയിട്ടുള്ള വിവിധങ്ങളായ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക്, നിഅ്മാത്തുകൾക്ക് ശരിയായ വിധം നന്ദി ചെയ്ത് ശുക്ർ ചെയ്ത് അല്ലാഹു തൃപ്തിപ്പെടുന്ന ജീവിതം നയിച്ച് അല്ലാഹുവോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖും സഹായവും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷിയായിട്ടുള്ള പവിത്രമായ റമദാൻ മാസം സമാഗതമാവുകയായി. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് ആ പരിശുദ്ധ മാസത്തെ ഉൾക്കൊള്ളുവാനും ആ പരിശുദ്ധ മാസത്തെ വരവേൽക്കുവാനും നാം മാനസികമായും ശാരീരികമായും ആത്മീയമായും തയ്യാറെടുക്കേണ്ടതുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ ആഗമനത്തെ അറിയിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്. അതാക്കും റമളാൻ, നിങ്ങൾക്ക് റമളാൻ സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അള്ളാഹുവിൻ്റെ മറ്റു ഐശ്വര്യങ്ങളും സമൃദ്ധമായി വർഷിക്കുന്ന മാസം. അതാണ് മുബാറക്. ബർക്കത്ത് എന്ന് പറയുന്നത് അതാണ്. എമ്പാടും അനുഗ്രഹങ്ങൾ, എമ്പാടും അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ,
അള്ളാഹുവിൻ്റെ ഐശ്വര്യങ്ങൾ അളവറ്റ രീതിയിൽ വർഷിക്കുന്ന മാസമെന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റമളാനിന് വേണ്ടി ഒരുങ്ങുക. റമളാൻ എന്ന ആ പദത്തിൻ്റെ രണ്ട് അർത്ഥമാണ് ഭാഷയിലുള്ളത്. ഒന്നാമത്തത് പുതുമഴ എന്നാണ്. ആ മഴ വർഷിക്കുമ്പോൾ ഭൂമുഖത്തെ മുഴുവൻ പൊടിപടലങ്ങളും ശുദ്ധീകരിക്കുകയും ഭൂമി മുഴുവനും വൃത്തിയാക്കുകയും ചെയ്യും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ അടിമകളുടെ പാപങ്ങൾ പൊറുക്കുവാനും പാപവിമുക്തി ലഭിക്കുവാനും അതുവഴി ശരീരത്തിനും ആത്മാവിനും ആത്മീയമായ ഊർജം നൽകുവാനും റമളാൻ പ്രേരണ നൽകുന്നു. മറ്റൊരർത്ഥം, റമദ് എന്ന പദത്തിൽ നിന്നാണ് റമളാൻ വന്നത്. അതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാപമംഗലമായ ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പുണ്യകർമ്മങ്ങളിലൂടെ തൻ്റെ പാപങ്ങൾ തപിക്കുന്ന ഹൃദയത്തോടെ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് പാപങ്ങളിൽ നിന്ന് വിമുക്തമാക്കുവാനുള്ള അനുഗ്രഹീത അവസരമാണ് റമളാൻ. രണ്ട് അർത്ഥത്തിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ അനുഗ്രഹത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയ വളർച്ചയുടെയും മാസമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ ബന്ധുമിത്രാദികളിലും നമുക്ക് പരിചയമുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ചിരുന്ന ആളുകൾ, നമ്മുടെ കൂടെ പള്ളികളിൽ ഖിയാമു റമളാൻ നമസ്കരിക്കാനുണ്ടായിരുന്ന ആളുകൾ, നമ്മുടെ കൂടെ പല നല്ല കാര്യങ്ങളിലും സഹകാരികളായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. പലരും അള്ളാഹുവിൻ്റെ അലംഘനീയമായ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മിൽ നിന്ന് പോയി കഴിഞ്ഞു. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇനിയൊരു റമളാൻ കണ്ടുമുട്ടിയാൽ തന്നെയും അതൊരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവസാനത്തെ റമളാനായിരിക്കുമെന്ന ആ ധാരണയോടുകൂടെ റമളാനിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുന്നു. അതിനു വേണ്ടി അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റമളാനിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പുണ്യകർമ്മങ്ങൾ ഇബാദത്തുകളിൽ നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന പൊതുവായ പാഠം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, നോക്കൂ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. വമിൻ ദുർരിയ്യതി, എൻ്റെ സന്താനങ്ങളിൽപ്പെട്ടവരെയും റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമസ്കാരം നിലനിർത്തുക എന്ന തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകനെയാണ്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു, മുആദേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും നീ മറക്കാതെ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ സ്മരിക്കുന്നതിന്, നിനക്ക് നന്ദി ചെയ്യുന്നതിന്, നിനക്ക് നല്ല ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന് പടച്ചവനെ എന്നെ നീ സഹായിക്കണമേ എന്നാണ് പറഞ്ഞു വന്നത്. ഇബാദത്തുകൾ നന്നാകുവാൻ, ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ റമദാൻ സമാഗതമാകുമ്പോൾ ആ റമദാനിൽ ആരോഗ്യത്തോടെ, അതുപോലെ തന്നെ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് റമദാനെ കണ്ടുമുട്ടുവാൻ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നാം ഒരു ദൃഢനിശ്ചയമുണ്ടാവണം, നമുക്കൊരു ദൃഢനിശ്ചയമുണ്ടാവണം. അടുത്ത റമദാൻ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കുമെന്ന ബോധത്തോടുകൂടെ, ആ ബോധ്യത്തോടുകൂടെ റമദാനിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി പ്രത്യേകമായി തീരുമാനമെടുക്കുക. അങ്ങനെ നമ്മൾ തീരുമാനമെടുക്കുന്നു, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും അത് പ്രതിഫലാർഹമായിരിക്കും. ആ തീരുമാനം പോലും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിരിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ഒരാള് ഒരു സൽക്കർമ്മം ചെയ്യുവാൻ ആഗ്രഹിച്ചു, ഒരു നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചു, പക്ഷേ അവൻ അതിന് ചെയ്യാൻ സാധിച്ചില്ല, ആ കർമ്മം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എങ്കിൽ പോലും ഒരു നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഏതൊരു സൽക്കർമ്മവും, ഏതൊരു ഇബാദത്തായിരുന്നാലും അതനുഷ്ഠിക്കുന്നതിന് മുമ്പ് ആ ഇബാദത്തിനെ കുറിച്ച് കൃത്യമായ അറിവും ധാരണയും നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഒരു കാര്യം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ റമദാനിനെ കുറിച്ചും റമദാനിന്റെ മുഖ്യ ആരാധനയായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചുമുള്ള പാഠങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ധാരണകൾ നാം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. വിജ്ഞാനം സ്വീകരിക്കുകയും ആ വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവോടുള്ള നമ്മുടെ ഭക്തി ഉജ്ജ്വലമാകുമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായിട്ടും അള്ളാഹുവോട് ഭക്തി കാണിക്കുന്നത് വിവരമുള്ള ആളുകളാണ്. അതുകൊണ്ട് നാം ആർജിച്ചെടുക്കുന്ന ഇൽമ് അള്ളാഹുവോടുള്ള നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കണം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപമോചനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അള്ളാഹുവോടുള്ള അനുസരണത്തിൻ്റെയും അള്ളാഹുവോട് നന്ദി ചെയ്യുന്നതിൻ്റെയും മാസമാണ് റമദാൻ. റമദാനിൻ്റെ ആഗമനത്തിൽ
സത്യവിശ്വാസികൾ സന്തോഷവാന്മാരായിരിക്കണം. പരിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും, ഫബിദാലിക ഫല്യഫ്റഹു, അതിൽ അവർ സന്തോഷിക്കട്ടെ എന്നാണ്. ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷിയായ മാസം എന്ന നിലക്ക്, പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് സാക്ഷിയായ മാസം എന്ന നിലക്ക് റമദാനിന്റെ ആഗമനം നമുക്ക് വിശ്വാസികൾക്ക് ആത്മീയമായ ചൈതന്യവും ആത്മീയമായ സന്തോഷവും ഉണ്ടാവണമെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആൻ കൂടുതലായി പഠിക്കുവാൻ, ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാൻ, ഖുർആനിലെ പല അധ്യായങ്ങളും ഹൃദ്യസ്ഥമാക്കുവാൻ നാം ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. വ്യക്തി ജീവിതത്തിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സിനോട് ചോദിക്കുക, എനിക്കത്ര പ്രായമായി, ഈ പ്രായത്തിനിടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര സൂറത്തുകളാണ് ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ളത്, എത്ര സൂറത്തുകളുടെ അർത്ഥമാണ് എനിക്കറിയുന്നത് എന്ന് സ്വയം പരിശോധിച്ചു നോക്കുകയും ആത്മവിചിന്തനം നടത്തുകയും എന്നിട്ട് ഈ റമദാൻ ഖുർആൻ പാരായണം കൊണ്ട്, ഖുർആൻ ഹൃദ്യസ്ഥമാക്കൽ കൊണ്ട്, ഖുർആൻ പഠനം കൊണ്ട് ധന്യമാക്കുമെന്നൊരു പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ സാധിക്കണം. മറ്റൊന്ന്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ അത്യധികം ഔദാര്യം കാണിക്കുന്ന ആളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനായി കഴിഞ്ഞാൽ അത്യധികം ഔദാര്യം കാണിക്കുമായിരുന്നു. സാധാരണയില്ലാത്ത ഔദാര്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ കാണിച്ചിരുന്നത്. അതെ, ദാനധർമ്മത്തിന്റെ മാസമാണ്. നമുക്ക് എത്ര കൊടുക്കാൻ കഴിയുമെന്നത് നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുവാൻ വേണ്ടി നാം തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മറ്റൊന്ന്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി നാം വിഭവങ്ങൾ ശേഖരിക്കുവാനുള്ള മാസമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ റമദാൻ അർത്ഥപൂർണമാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനമായി ഇറങ്ങിയ ആയത്ത് സൂറത്തു ബഖറയിലെ 281-ാമത്തെ ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ആ ദിവസം സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ ആത്മാവിനും അവർ സമ്പാദിച്ചതൊക്കെ എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർണ്ണമായും നൽകപ്പെടുന്നതാണ്. വഹും ലാ യുദ്ലമൂൻ, അവരൊരിക്കലും അനീതിക്ക് ഇരയാവുകയില്ല. ആ ദിവസത്തെ ഭയപ്പെടുകയും ആ ദിവസത്തിന് വേണ്ടി പാദധേയം ഒരുക്കുകയും വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് റമദാൻ അനുഗ്രഹീതമാക്കുവാൻ, ധന്യമാക്കുവാൻ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. യഥാർത്ഥ രൂപത്തിൽ റമദാനെ കണ്ടുമുട്ടുവാനും അള്ളാഹു തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على عبدك ورسولك ونبيك محمد وعلى آله وصحبه أجمعين عباد الله اتقوا الله حق التقوى. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും പിന്തുടർന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ച് അള്ളാഹുവോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഉണർത്തുന്നു. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഞാൻ ഓതി വച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 112 ആയത്താണ്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. ബല, അങ്ങനെയല്ല. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആരെങ്കിലും തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയോ, വഹ്വ മുഹ്സിനുൻ, സൽക്കർമ്മം ചെയ്യുന്നവനായിട്ട്, ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹ്, തീർച്ചയായിട്ടും അവന് തൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ഭയപ്പെടേണ്ടതോ ദുഃഖിക്കേണ്ടതോ യാതൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയേയില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈമാൻ സംശുദ്ധമാക്കി തഖ്വ ആർജിച്ചെടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വിനീത വിധേയമായി ജീവിതം സമർപ്പിക്കണമെന്നാണ് ഈ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്, ഈ ആയത്ത് നമുക്ക് പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് കടന്നിരിക്കുക, സ്വഫുകളൊന്ന് ശരിയാക്കിയിരിക്കണം. വിശുദ്ധ റമദാനിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇബാദത്താണ് സിയാം, സൗം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും സിയാം, നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി. റമദാനിലെ വൃദ്ധാനുഷ്ഠാനം അള്ളാഹുവിങ്കൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. സിയാം എന്ന ആ വാക്കിൻ്റെ അർത്ഥം, സൗമ് സിയാം എന്ന വാക്കിൻ്റെ അർത്ഥം മൗനം പാലിക്കുക, അടക്കി നിർത്തുക, ശാന്തനാവുക എന്നാണ്. ഒരു നോമ്പുകാരൻ തൻ്റെ എല്ലാ തന്നിഷ്ടങ്ങളെയും അടക്കി നിർത്തുന്നവനായിരിക്കും, തൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും അടക്കി നിർത്തുന്നവനായിരിക്കും. നോമ്പുകാരൻ ശാന്ത സ്വഭാവിയും സഹനമുള്ളവനുമായിരിക്കണമെന്ന് നോമ്പ് എന്ന സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് പഠിപ്പിച്ചിരുന്നു. മതപരമായ അതിൻ്റെ അർത്ഥം ഫജ്ർ മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയം പ്രത്യേകമായി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അന്നപാനീയങ്ങൾ ഒഴിവാക്കുകയും എല്ലാ തരത്തിലുള്ള ആസക്തികളിൽ നിന്നും മുക്തമാവുകയും അങ്ങനെ മനസ്സിനെയും ശരീരത്തെയും അള്ളാഹുവിന് വേണ്ടി നിയന്ത്രിച്ച് നിർത്തുക. ഇതാണ് സിയാമിൻ്റെ മതപരമായിട്ടുള്ള ആശയം. അതുകൊണ്ട് തന്നെ അങ്ങനെ സിയാം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അവർക്ക് ശ്രേഷ്ഠകരമായ സ്ഥാനങ്ങളുണ്ടെന്നും ശ്രേഷ്ഠകരമായ പ്രതിഫലമുണ്ടെന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ
ആ വ്രതാനുഷ്ഠാനം അവന് ഒരു പരിചയമായിരിക്കും. പൈശാചികമായ ദുർബോധനങ്ങളെ അകറ്റി നിർത്തുവാനും അധാർമിക പ്രവണതകളിൽ വീഴാതിരിക്കുവാനുമുള്ള അതിശക്തമായ ഒരു പരിചയമാണ് യഥാർത്ഥത്തിൽ വ്രതാനുഷ്ഠാനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, നിങ്ങൾ വിവാഹത്തിന് പ്രായമെത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക. അതിന് സാധിക്കാത്ത ആളുകൾ നോമ്പനുഷ്ഠിക്കട്ടെ, ഫഇന്നഹു ലഹു വിജാ, അതവന് ഒരു പ്രതിരോധമാണ്. അപ്പോൾ മനുഷ്യനെ അധാർമികതയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ശക്തമായ ഒരു രക്ഷാ കവചമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ, സിയാമിനെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. സിയാമിലൂടെ വിശ്വാസിക്ക് സ്വബുറും തഖ്വയും സർവോപരി ആത്മസംസ്കരണവും നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നാണ്. കാരണം അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കുന്നു. റമളാനല്ലാത്ത ദിവസങ്ങളിൽ, പകലുകളിൽ അനുവദിച്ചതൊക്കെയും റമളാനിന്റെ പകലിൽ ഒരു നോമ്പുകാരൻ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവോടുള്ള ബന്ധം ഒരു നോമ്പുകാരൻ സുദൃഢമാക്കുകയാണ്. അതവനെ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നോമ്പുകാരന്റെ പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ്. നോമ്പുകാരനായിരിക്കെ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. നോമ്പുകാരൻ പാപമോചനത്തിന് അർഹനാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, പാപമോചനം ലഭിക്കുക എന്ന ആ സൗഭാഗ്യം ലഭിക്കാൻ അർഹനാണ് ആത്മാർത്ഥമായി അള്ളാഹുവിന് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ നരകത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നും അവർക്ക് നരകമുക്തി നൽകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തന്റെ ഖുർആൻ പാരായണം പോലെ തന്നെ തന്റെ വ്രതാനുഷ്ഠാനവും അള്ളാഹുവോട് തനിക്ക് വേണ്ടി ശുപാർശ അർപ്പിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒരു നോമ്പുകാരന് തന്റെ വ്രതാനുഷ്ഠാനം അള്ളാഹുവിങ്കൽ സാക്ഷി പറയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ പുണ്യകർമ്മമാണ് വ്രതാനുഷ്ഠാനം. അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനത്തിന്റെ മഹത്വവും അതിൻ്റെ ഫضലും ശ്രേഷ്ഠതകളും മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. നോമ്പുകാരന്റെ സംസ്കാരം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. മല്ലം യദഅ ഖൗല അസ്സൂർ, ചീത്ത വാക്കുകൾ ഒഴിവാക്കാതിരിക്കുകയും മോശമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കേവലം മന്നപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സത്യവിശ്വാസി നോമ്പനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. عن أبي سعيد الخدري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من صام رمضان وعرف حدوده وتحفظ مما كان ينبغي له أن يتحفظ فيه
കഫറ മാ കാന ഖബ്ലഹു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മൻ സാമ റമളാൻ, ഒരാൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ചു, വഅറഫ ഹുദൂദഹു, ആ റമളാനിന്റെ പവിത്രതകളും അതിന്റെ നിയമാതിർത്തികളുമൊക്കെ അവൻ പാലിക്കുകയും ചെയ്തു. ആ റമളാനിലെയും റമളാൻ മാസത്തിലെയും ആ നോമ്പിന്റെയും ഒക്കെ നിയമാതിർത്തികൾ അവൻ പാലിക്കുകയും ചെയ്തു. ഒരു നോമ്പുകാരൻ റമളാനിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് അതെല്ലാം അവൻ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കുന്നതാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. റമളാനിന്റെ പവിത്രതകൾ മാനിക്കുകയും വ്രതാനുഷ്ഠാനത്തിന്റെ നിയമാതിർത്തികൾ പാലിച്ചുകൊണ്ടായിരിക്കണം സത്യവിശ്വാസികൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകമുണ്ട്. ജാബിറെ, നീ നോമ്പുകാരനാകുമ്പോൾ നിന്റെ നാവിന് നോമ്പുണ്ടായിരിക്കണം, നിന്റെ കൈകൾക്ക് നോമ്പുണ്ടായിരിക്കണം. അഥവാ നിന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നോമ്പുകാരാണെന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം. നോമ്പിന്റെ പവിത്രത ലംഘിക്കുന്നതൊന്നും തന്നെ വരാതിരിക്കുവാൻ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. വ്രതാനുഷ്ഠാനം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള അതിജീവനത്തിന്റെ മാർഗമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്ദേ മാതരം എന്ന ആ ഗീതം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിനോട് നമ്മളോടുള്ള എതിർപ്പ്? ഇസ്ലാമിന്റെ മൗലിക ആദർശമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ശിർക്കിന്റെ വകഭേദങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് അതിനോടുള്ള നമ്മുടെ എതിർപ്പ്. ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാനുള്ള ഈമാനും തഖ്വയും ആർജിച്ചെടുക്കുവാനുള്ള അവസരമാക്കിയെടുക്കുവാൻ റമളാനും റമളാനിനോടുള്ള ഇബാദത്തുകളും ആക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവരുടെ രോഗങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, പരിശുദ്ധ റമളാനിനെ അതിൻ്റെ നിയമാതിർത്തികൾ പാലിച്ചുകൊണ്ട് കണ്ടുമുട്ടുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അങ്ങനെ റയ്യാൻ കവാടത്തിലൂടെ പ്രവേശിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وانصر عبادك الموحدين. اللهم اجعلنا من التوابين واجعلنا من المستغفرين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم بلغنا رمضان، اللهم بلغنا رمضان ووفقنا فيه بالأعمال الصالحات برحمتك يا أرحم الراحمين. اللهم انصر إخواننا المستضعفين والمظلومين في بلادنا الهند وفي فلسطين وفي غزة وفي جميع البلاد. اللهم انصرنا وانصرهم بنصرك. اللهم أيدنا وأيدهم بتأييدك. اللهم أعزنا وأعزهم بعزتك يا عزيز يا جبار يا ذا الجلال والإكرام. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين. ربنا آتنا ما وعدتنا على رسلك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا برحمتك يا أرحم الراحمين. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.